ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യാൺ ഡയറി. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു ഫ്ലവർ മേക്കിംഗ് ക്രോഷറ്റാണ്. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10 ചെയിൻ ചെയ്തു. അതിനുശേഷം 2 ചെയിനിനെ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഡബിൾ ക്രോഷറ്റിൻ്റെ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫുൾ ഡബിൾ ക്രോഷറ്റ് അല്ല, നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിനുശേഷം ഇവിടെ 5 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒരേ സ്റ്റിച്ചിലേക്ക് തന്നെ ഹുക്കിനെ കയറ്റി ഇറക്കിയും എടുക്കുന്നത്. അതിനുശേഷം 5ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ യാണിനെ മുഴുവൻ ആ ഹുക്കിൽ കാണുന്ന എല്ലാ ലൂപ്പിലൂടെയും ഒരുമിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഒരു 4 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത ആ 5 ഡബിൾ ക്രോഷറ്റ് അല്ല, ആ ഒരു ഇപ്പോൾ ഒരു ഇതളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ചെയ്ത അതേ ചെയിനിലേക്ക് തന്നെ ഹുക്കിനെ കയറ്റിറക്കി ലാസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഈ ഒരു വർക്കിനെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഇതളാണ് കിട്ടിയത്. ഇതുപോലെ അടുത്തതും നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം മുമ്പ് കാണിച്ചതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്നത് പ്രകാരം നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കുക. ലാസ്റ്റ് വരുന്ന 2 ചെയിൻ മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അവസാനത്തെ 2 ചെയിന് നിങ്ങൾ ചെയ്യരുത്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് ഇപ്പോൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടിത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ 3 ചെയിനാണ് ഇവിടെ സ്കിപ്പ് ചെയ്തത്. ഇനി നമുക്കിതിനെ വർക്ക് ഫിനിഷ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് വർക്കിനെ ഫിനിഷ് ആക്കിയെടുക്കാം. നമുക്കപ്പോൾ ഒരു ക്യൂട്ട് ഫ്ലവർ ഇവിടെ കിട്ടും. ശേഷം യാണെല്ലാം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.